യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1 19 മുതൽ 28 വരെ വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം. നീ ആരാണ് എന്ന് ചോദിക്കുവാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല, അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം? നിന്നെ കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എന്റെ പിന്നാലെ വരുന്ന അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാന്റെ അക്കരെ ബദാനയിലാണ് ഇത് സംഭവിച്ചത്. സ്നേഹമുള്ളവരെ, ഈ ഭാഗം നാം വായിച്ചു കേൾക്കുമ്പോൾ എളിമ നിറഞ്ഞ ഒരു ജീവിതമാണ് സ്നാപക യോഹന്നാനിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ വേണമെങ്കിൽ യോഹന്നാന് പറയാമായിരുന്നു, ദൈവം എന്നെ അയച്ചവനാണ്, അല്ലെങ്കിൽ പ്രവാചകനാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഇതൊന്നും പറയാതെ എളിമ നിറഞ്ഞ ഒരു ജീവിതം മാതൃകയാക്കി നമുക്ക് കാണിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. അങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ആ പ്രവചനം പൂർത്തീകരിക്കുന്നവന്റെ ഒരു ഭാഗമായിട്ടാണ് സ്വരമായി ഞാൻ ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നത്. ഞാനൊരു മനുഷ്യനാണെന്നോ പ്രവാചകനാണെന്നോ ഏലിയ ആണെന്നോ ക്രിസ്തു ആണെന്നോ ഒന്നും ഏലിയ പറയുന്നില്ല. ഞാൻ ഒരു ശബ്ദമാണ് എന്ന് മാത്രം അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവന്റെ വ്യക്തിത്വം അവിടെ പറഞ്ഞു കൊടുക്കുന്നില്ല. എളിമ നിറഞ്ഞൊരു ജീവിതം നമുക്ക് മാതൃകയാക്കി കാണിച്ച സ്നാപക യോഹന്നാന്റെ നല്ല ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥനയിലായിരിക്കണം. കേട്ട വചനം, സ്പർശിച്ച വചനം എഴുതി വെച്ച് ഹൃദയസ്ഥമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.